എൻഡിഎയുടെ സ്ഥാനാർത്ഥി ആര് ചോദ്യമാവുന്നുണ്ടോ, വൈകുന്നുണ്ടോ? കാരണം കോട്ടയം മണ്ഡലത്തിൽ രണ്ട് മുന്നണികളും പ്രചരണം ആരംഭിച്ചു. ഫ്രാൻസിസ് ജോർജ് ആരംഭിച്ചു, തോമസ് ചാഴിക്കാടൻ ആരംഭിച്ചു. ബിജെപിയുടെ സ്ഥാനാർത്ഥി ഇവിടെ? ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻഡിഎ മുന്നണിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 543 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് ഇവിടെ സ്ഥാനാർത്ഥി. നാളെ മോദി വരുന്ന സമയത്ത് ഒരു പക്ഷേ കോട്ടയത്തിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചേക്കാം. എനിക്ക് പറയാൻ സാധിക്കില്ല. ശരി, 20% വോട്ട് പി സി തോമസ് പിടിച്ചിരുന്നു. 1.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് പി സി തോമസ് പിടിച്ചൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ പി സി തോമസ് ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും എൻഡിയുടെ വോട്ട് വിഹിതം കൂടണമെങ്കിൽ ഒരു കാരണമുണ്ടാവണം. പക്ഷേ മറുഭാഗത്ത് 38% ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് കോട്ടയത്ത്. എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളെ BJPക്കൊപ്പം നിർത്തുക? BJP ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ 2014 തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് BJP പറയുന്നത്. ഇപ്പോൾ 2047 ആകുമ്പോഴത്തേക്കും വികസിത ഭാരതം എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. 2014 അധികാരത്തിൽ വന്ന സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന മുദ്രാവാക്യമായിരുന്നു. വികസിതമായിട്ടുള്ള ഒരു രാജ്യത്ത് പരിവർത്തനം സൃഷ്ടിക്കാൻ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് 2014 എല്ലാവർക്കും ഒപ്പം വികസനം എന്ന ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2014 മുതൽ 2024 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജൽജീവൻ മിഷൻ വന്നു നിൽക്കുന്നു, ഭാരത് റൈസ് വരെ വന്നു നിൽക്കുന്നു. ഈ പദ്ധതികൾ ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഗുണഭോക്താക്കളെ പറ്റി നമ്മൾ കൃത്യമായി അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന അവരിലൊന്നും ജാതിയും രാഷ്ട്രീയവും മതവുമില്ല. ജാതിയോ രാഷ്ട്രീയമോ മതമോ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇത്രയും വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഇന്നും റെയിൽവേയുടെ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇന്ന് 105 കോടി രൂപയുടെ റെയിൽവേ വികസനത്തിന് തറക്കല്ലിട്ടിട്ടുണ്ട്. എംപിയുടെ അക്കൗണ്ടിലേക്ക് പോവില്ലേ? അല്ല, അത് MP അങ്ങനെ പറഞ്ഞല്ലോ. MP-യുടെ അവകാശവാദങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഞാൻ കൊണ്ടുവന്നു, ഗ്രാമീൺ സടക്ക് യോജന ഞാൻ കൊണ്ടുവന്നു, കോട്ടയം ജില്ലയിലെ 975 കോടിയുടെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കിയത് ഞാനാണ് എന്ന് പറയുമ്പോൾ 2014 മുമ്പ് ഈ MP-യുടെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി ഈ കോട്ടയം മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാർലമെന്റ് അംഗമായിരുന്നു. UPA ഭരണമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് കോട്ടയം ജില്ലയിൽ 1 കോടി രൂപയുടെ റെയിൽവേ വികസനം പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള മറുചോദ്യം ചോദിക്കുമ്പോഴാണ് 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം കോട്ടയം ജില്ലയിൽ 975 കോടി രൂപയുടെ റെയിൽവേ വികസനം, ആ വികസനം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ മണിപ്പൂരിലെ ഒരു വലിയ രീതിയിലുള്ള വംശീയ കലാപം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടനകൾ, അതൊക്കെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആത്മവിശ്വാസക്കുറവ് ദോഷം ചെയ്യില്ലേ? 3500 കിലോമീറ്റർ അപ്പുറം പോകണ്ടല്ലോ, 30 കിലോമീറ്ററിനപ്പുറത്ത് മിനിങ്ങാന്ന് പൂഞ്ഞാറിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവം എടുത്ത് ചർച്ച ചെയ്യൂ.